മൈക്കിൾ, ഇതൊരു രണ്ടാമത്തെ തുടക്കമാണ്. ആ ഓർമ്മ മൈക്കിളിന് എപ്പോഴും ഉണ്ടാകണം. എനിക്കറിയാം മദർ, ഇനി ഒരു ചെറിയ പോറൽ പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഞാൻ മദറിന് വാക്ക് തരുന്നു. വാക്ക് തരേണ്ടത് എനിക്കല്ല, ക്ലാരയ്ക്കാണ്. ഇപ്പോഴും മൈക്കിളിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും ക്ലാരയുടെ ജീവിതത്തിൽ ഒരു രണ്ടാമത്തെ പരീക്ഷണമാകാൻ ഇടവരരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. ഞാനത് ഉറപ്പു തരുന്നു മദർ. മദറിന് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ജീവിതമല്ലേ എനിക്കിപ്പോൾ തിരിച്ചു കിട്ടാൻ പോകുന്നത്. ഞാൻ മദറിനോട് എന്നും നന്ദിയുള്ളവനായിരിക്കും. നന്ദിയും കടപ്പാടും എന്നോടല്ല, ദൈവത്തോടാണ് ഉണ്ടാകേണ്ടത്. ഈ കൂടിച്ചേരലിന് ഞാനൊരു നിമിത്തമായി എന്ന് മാത്രം. അതും ദൈവഹിതം. ക്ലാര ഇനിയും വന്നില്ലല്ലോ മദർ. ക്ലാര എവിടെയുണ്ട്? അതിനു മുമ്പ് എനിക്ക് മൈക്കിളിനോട് ചിലത് പറയാനുണ്ട്. എന്താ മദർ? എന്താണെങ്കിലും പറഞ്ഞോളൂ. അത് ആ കുഞ്ഞിനെക്കുറിച്ചാണ്. സ്നേഹ, ക്ലാര വളർത്തുന്ന കുഞ്ഞ്. അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചതാണല്ലോ മദർ. എനിക്കെല്ലാം അറിയാവുന്നതല്ലേ? ഇല്ല മൈക്കിൾ, മൈക്കിളിനൊന്നും അറിയില്ല. മൈക്കിളും മറ്റുള്ളവരും കരുതുന്ന പോലെ സ്നേഹ ഒരനാഥ കുട്ടിയല്ല. പിന്നെ അവളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട്, ഇവിടെ നമ്മുടെ എല്ലാം കൺമുമ്പിൽ തന്നെ. അല്ല, പിന്നെന്തിനാ മദർ ക്ലാര കുഞ്ഞിനെ? കാര്യമുണ്ട് മൈക്കിൾ, പറയാൻ ഒരുപാടുണ്ട്. അതല്ല, ക്ലാര തന്നെ എപ്പോഴെങ്കിലും മൈക്കിളിനോട് പറയും. എനിക്ക് പറയാനുള്ളത് ഇതാണ്. മൈക്കിളിനോടൊപ്പം ക്ലാര ജർമ്മനിയിലേക്ക് വരാമെന്ന് സമ്മതിച്ചതുപോലും സ്നേഹയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആശങ്ക കൊണ്ട് മാത്രമാണ്. മൈക്കിള് അതെപ്പോഴും ഓർക്കണം. എങ്കിലും സ്നേഹയുടെ അച്ഛനമ്മമാർ ആരാണെന്നെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? അഡ്വക്കേറ്റ് ശ്യാമപ്രസാദാണ് അവളുടെ അച്ഛൻ, രേണുക അമ്മയും. എന്റെ കർത്താവേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? അപ്പോൾ സ്നേഹമോള് ശ്യാം സാറിന്റെ കുഞ്ഞാണല്ലേ? ഇനി നിങ്ങൾ സംസാരിക്കുക. രക്ഷപ്പെട്ട് മോളി ചേച്ചി മുമ്പിൽ തന്നെ ഉണ്ട്. ഇതെന്താ ഫിലിപ്പോസേ, ബ്രേക്ക് പൊട്ടിയ സൂപ്പർ ഫാസ്റ്റിന്റെ പോലെയാണല്ലോ വരവ്. പിന്നെ ബ്രേക്ക് പൊട്ടാതെ? സംഗതി കേട്ടപ്പോ ബ്രേക്ക് മാത്രമല്ല, ടയറിന്റെ കാറ്റും പോയി. നീ എന്തോന്നാ കേട്ടത്? കാര്യം കേൾക്കുമ്പോ മോളി ചേച്ചിയുടെ ടയറിന്റെ കാറ്റും പോവും. നീ കാര്യം എന്താന്ന് വെച്ചാ പറയണ്ടേ ഫിലിപ്പോസേ? നമ്മുടെ സ്നേഹമോൾ ആരുടെ കുഞ്ഞാന്നറിയാമോ? അതെന്താ നീ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? കാര്യമുണ്ട് മോളി ചേച്ചി, എല്ലാം അറിഞ്ഞിട്ടാ ഈ ഫിലിപ്പോസ് വരുന്നത്. നീ എന്നെ അറിഞ്ഞു എന്നാ ഈ പറയുന്നേ? എന്റെ മോളി ചേച്ചി, നമ്മുടെ സ്നേഹമോള് ശ്യാം സാറിന്റെ കുഞ്ഞാ.
എന്റെ ഈ ചെവിയിൽ കേട്ടതാ. മദറും മൈക്കിൾ സാറും ക്ലാരയും ഒക്കെ ചേർന്ന് കൂടി ആലോചിക്കുന്നത് ഞാൻ ഒളിച്ചിരുന്ന് കേട്ടതാ. അല്ല, ഇതൊക്കെ കേട്ടിട്ട് മോളി ചേച്ചി എന്താ മിഴിച്ചിരിക്കുന്നേ? ഞാൻ പറയുന്നത് വിശ്വാസായില്ലേ? എന്റെ പൊന്നും കുരിശു മുത്തപ്പനാണ്, പാറയിൽ മാതാവാണ് സത്യം. ഫിലിപ്പോസേ, നീ ഇങ്ങനെ കള്ളസത്യമൊന്നും ചെയ്യണ്ട. അഥവാ എന്തെങ്കിലും കേട്ടെങ്കിൽ തന്നെ ആരോടും പറയാനും നിൽക്കണ്ട. കേട്ടല്ലോ? അതെന്താ? അതങ്ങനെയാ. ദേ, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. ഇത്രയും കാലം ക്ലാരയെ പേടിച്ച് പാത്തും പതുങ്ങിയാ നീ ഈ വീട്ടിൽ വന്നോണ്ടിരുന്നത്. ഇനി ഈ വീട്ടിൽ ഒരിക്കലും കയറാൻ പറ്റാത്ത സാഹചര്യം നീ ഉണ്ടാക്കരുത്. എന്റെ കർത്താവേ, ഇതെന്ത് പാട്? അപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നോ? എന്തൊക്കെയായാലും പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഈ അടുത്ത കാലത്തായി നിനക്കൊരെല്ല് കൂടിയിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായി. ശ്യാം സാറേ, ശ്യാം സാറേ! ഓ, സാറിനെ ഞാൻ എവിടെയൊക്കെ തിരക്കിയെന്നാ. എന്താടോ, എന്താ കാര്യം? കാര്യമുണ്ട് സാറേ, പറയാം, വാ വാ സാറേ. ഒരു വലിയ കാര്യം പറയാനാ സാറേ, വാ. എന്താ ഫിലിപ്പോസേ, കാര്യം പറ. എന്തായാലും ഇത്തിരി കടന്ന കൈയായി പോയി സാറേ. എന്തായാലും എല്ലാ കാലവും ഒരാളെ ഇട്ട് പറ്റിക്കാൻ പറ്റില്ല സാറേ. നീ കാര്യം എന്താ വെച്ചാ പറ. അന്ന് ഞാൻ ആ ഫോട്ടോയുമായി വന്നപ്പോൾ സാർ എന്നെ ഓട്ടിച്ച് വിട്ടില്ലേ? സാറിന് അവരെല്ലാരും കൂടെ ചേർന്ന് പറ്റിക്കുകയായിരുന്നു. ഇത് വലിയ ശല്യമായല്ലോ. ആരാ എന്നെ പറ്റിച്ചേ, നീ പറ. ആ ക്ലാര കുഞ്ഞ് വളർത്തുന്ന കുട്ടിയില്ലേ, സ്നേഹമോള്, അത് ശ്യാം സാറിന്റെ മോളാ. മദറും ക്ലാരയും ഒക്കെ ചേർന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. മദറും ക്ലാരയും മൈക്കിളൊക്കെ ചേർന്ന് ചില ഗൂഢാലോചന നടത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ സ്നേഹമോളെയും കൊണ്ട് ക്ലാര കുഞ്ഞ് കടന്നിളയും. പറഞ്ഞേക്കാം. ഞാനാണിത് പറഞ്ഞെന്ന് ആരോടും പോയി പറഞ്ഞേക്കില്ലേ സാറേ? എന്നാൽ എന്റെ ഗതി അതോ ഗതി. ആ, ശ്യാമപ്രസാദോ, വരൂ. എനിക്ക് മദറിനോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്കുള്ള ഉത്തരം മദറിന് അറിയാമെന്ന് എനിക്കറിയാം. ശ്യാം, ഇരിക്കൂ. കർത്താവിന്റെ മണവാട്ടിമാർ സത്യത്തിന്റെ പ്രവാചകരാണല്ലോ. മദർ ഒരിക്കലും എന്നോട് കള്ളം പറയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിലാണ് ചോദിക്കുന്നത്. ശ്യാമിന് എന്താണ് എന്നിൽ നിന്നും അറിയേണ്ടത്? ക്ലാര വളർത്തുന്ന ആ കുഞ്ഞ് സ്നേഹ, അവൾ എൻ്റെ മോളല്ലേ? ആണ്, എനിക്കത് ഉറപ്പുണ്ട്. പക്ഷേ ഈ ലോകത്ത് മറ്റാര് പറയുന്നതിനേക്കാളും വിശ്വാസമാണ് എനിക്ക് മദറിൽ നിന്നും അറിയുന്നത്. ശ്യാം, ഈ ചോദ്യങ്ങളൊന്നും എന്നോടല്ല ചോദിക്കേണ്ടത്. കുഞ്ഞുങ്ങളുടെ അച്ഛൻ ആരാണെന്ന് പറയാൻ ഈ ലോകത്ത് ഒരാൾക്ക് മാത്രമേ അവകാശമുള്ളൂ. അത് മറ്റാർക്കുമല്ല, നൊന്തു പ്രസവിച്ച അമ്മയ്ക്ക് മാത്രം. ഞാൻ ഒരു സന്യാസിനിയാണ്. മദർ വാക്കുകൾ കൊണ്ട് എന്നെ തോപ്പിക്കാൻ ശ്രമിക്കുകയാണ്, സത്യത്തെ മൂടി വയ്ക്കാൻ ശ്രമിക്കുകയാണ്.
സത്യത്തെ ആർക്കും ഒരിക്കലും മൂടിവെക്കാനാവില്ല. എങ്കിൽ പറ, ആ സത്യം മദർ എന്തിനു മൂടി വയ്ക്കുന്നു? ശ്യാം, നിങ്ങൾ എന്തർത്ഥത്തിലാണ് എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത്? വെറുതെ അവകാശം ഉന്നയിച്ചതുകൊണ്ട് മാത്രമായില്ല. ആ കുഞ്ഞ് നിങ്ങളുടെ തന്നതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? തെളിവുകൾ? ഞാൻ വരും തെളിവുകളുമായി. അന്നൊരു പക്ഷേ മദറിന് ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ലെന്ന് വരും.